നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്ത്യയും യുഎഇയും കൈകോർക്കുന്നു. ഇത് നിർണായകം. ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത് എന്ത്? ഇപ്പോൾ ഇതാ ദുബായ് കിരീടാവകാശി ഇന്ത്യയിൽ സന്ദർശനത്തിനെത്തുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ മോദി ഒരു തന്ത്രം പയറ്റാനുള്ള മുന്നൊരുക്കത്തിലാണെന്ന് തോന്നുന്നില്ലേ? ഒരു നിർണായകമായ കരാർ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ട്രംപിന് ഇത് തിരിച്ചടിയാകുമോ? വിപണിയിൽ ഉണർവ് വരുത്താൻ മോദിയുടെ മാസ്റ്റർ പ്ലാൻ ഇതോ? ദുബായ് കിരീടാവകാശിയും യുഎഇയുടെ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. ആ കൂടിക്കാഴ്ചയിൽ എന്താണ് സംഭവിച്ചത്? പ്രധാനമന്ത്രി മോദിയുടെ ക്ഷണപ്രകാരം 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിൽ സന്തോഷമുണ്ട്. ഞങ്ങളുടെ സംഭാഷണങ്ങൾ വിശ്വാസത്തിൽ കെട്ടിപ്പടുത്തിയതും ചരിത്രത്തിൽ രൂപപ്പെടുത്തിയതും അവസരങ്ങളും പുതുമകളും ശാശ്വതമായ അഭിവൃദ്ധിയും നിറഞ്ഞ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിനുള്ള പങ്കിട്ട കാഴ്ചപ്പാടിലൂടെ നയിക്കുന്ന ഒന്നായിരുന്നു. ഇതായിരുന്നു യുഎഇ കിരീടാവകാശിയുടെ വാക്കുകൾ. ദുബായ് കിരീടാവകാശി എന്ന നിലയിൽ ഷെയ്ഖ് ഹംദാൻ ആദ്യമായാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിരവധി മന്ത്രിമാരും മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവുമുണ്ട്. അദ്ദേഹം എസ് ജയശങ്കറുമായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചും പ്രതിരോധ നിർമ്മാണ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തു. ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ദുബായ് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പ്രത്യേക സന്ദർശനം നമ്മുടെ ആഴത്തിലുള്ള സൗഹൃദത്തെ വീണ്ടും ഉറപ്പിക്കുകയും ഭാവിയിൽ കൂടുതൽ ശക്തമായ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യ യുഎഇ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച്, പ്രത്യേകിച്ച് വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഊർജം, സാങ്കേതികവിദ്യ, വിദ്യാഭ്യാസം, കായികം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ അവർ ചർച്ച ചെയ്തതായാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള റിപ്പോർട്ട്. യുഎഇയിൽ താമസിക്കുന്ന ഏകദേശം 4.3 ദശലക്ഷം ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പാക്കിയതിന് യുഎഇ നേതൃത്വത്തിന് പ്രധാനമന്ത്രി മോദി നന്ദി പ്രകടിപ്പിച്ചിരുന്നു. പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം സ്ഥാനപരമായ സംവിധാനങ്ങൾ, സൈനികാഭ്യാസങ്ങൾ, പരിശീലന പരിപാടികളുടെ കൈമാറ്റം എന്നിവയിലൂടെ നിലവിലുള്ള പ്രതിരോധ സഹകരണത്തിൽ രാജ്നാഥ് സിംഗും ഷെയ്ഖ് ഹംദാനും സന്തോഷം പ്രകടിപ്പിച്ചു. പ്രതിരോധ വ്യവസായങ്ങൾ തമ്മിലുള്ള അടുത്ത സഹകരണം ഉഭയകക്ഷി സഹകരണത്തിന്റെ അഭിവാജ്യ ഘടകമായിരിക്കണമെന്ന് ഇരു നേതാക്കളും പറഞ്ഞതായി പ്രസ്താവനയിൽ പറയുന്നുണ്ട്. പ്രതിരോധ നിർമ്മാണത്തിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരങ്ങളെക്കുറിച്ചും ഇവർ രണ്ടുപേരും ചർച്ച ചെയ്തിരുന്നു. യുഎഇയുമായുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ഇന്ത്യക്ക് വളരെയധികം മുൻഗണന നൽകുന്നതാണെന്ന് രാജ്നാഥ് സിംഗ് എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വരും വർഷങ്ങളിൽ പ്രതിരോധ സഹകരണം, സഹ ഉൽപാദനം, സഹവികസന പദ്ധതികൾ, നവീകരണം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ അടുത്ത് പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മേഖലയിലെ സമാധാനത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഇന്ത്യയും യുഎഇയും പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. യുഎഇയുമായുള്ള പ്രതിരോധ സഹകരണ ധാരണാപത്രം 2003 ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രതിരോധ വ്യവസായ സഹകരണത്തെക്കുറിച്ചുള്ള ഒരു ധാരണാപത്രം 2017 ഒപ്പുവെച്ചിട്ടുണ്ട്. കേന്ദ്ര ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചത്. അതിനുശേഷം മുംബൈ സന്ദർശിക്കുകയും ഇന്ത്യയിലെയും എമിറേറ്റ്സിലെയും പ്രമുഖ ബിസിനസ് നേതാക്കൾ പങ്കെടുക്കുന്ന ബിസിനസ് റൗണ്ട് ടേബിളിൽ പങ്കെടുക്കുകയും അദ്ദേഹം ചെയ്യും. അടിസ്ഥാന സൗകര്യങ്ങൾ, ഊർജം തുടങ്ങിയ പരമ്പരാഗത മേഖലകളിലും ഫിൻടെക്, നവീകരണം, സുസ്ഥിരത തുടങ്ങിയ വളർന്നു വരുന്ന മേഖലകളിലും വർദ്ധിച്ചു വരുന്ന വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള അവസരങ്ങൾ റൗണ്ട് ടേബിളിൽ പര്യവേക്ഷണവും ചെയ്യും. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.